നമസ്കാരം. പെരിയ ഇരട്ട കൊലപാതക കേസിൽ കോടതി ജാമ്യം അനുവദിച്ച് പുറത്തേക്ക് പോയ 4 പ്രതികൾ കുറ്റക്കാരല്ല എന്ന മട്ടിലാണ് CPMന്റെ നേതാക്കന്മാർ അവരെ സ്വീകരിക്കുകയും രക്തഹാരം അണിയിക്കുകയും ചെയ്തത്. അവർ കുറ്റക്കാർ തന്നെയാണ് എന്നാണ് കോടതിയുടെ ഇതുവരെയുള്ള കണ്ടെത്തൽ. തെളിവുകളുടെയും വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ CBI കോടതി കണ്ടെത്തിയ കുറ്റവും വിധിച്ച ശിക്ഷയും അവിടെ തന്നെയുണ്ട്. അവർ കുറ്റവാളികൾ തന്നെയാണ്. അവർക്കെതിരെ വിധിച്ച ശിക്ഷ നടപ്പിലാക്കുന്നത് മാത്രമാണ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ഹർജിക്കാരായ കുറ്റവാളികൾ മേൽക്കോടതിയിൽ അപ്പീൽ പോയാൽ സാധാരണയായുള്ള ഒരു ക്രിമിനൽ നടപടിക്രമം മാത്രമാണിത്. അതായത് അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ ശിക്ഷ നടപ്പിലാക്കുന്നത് അപ്പീലിന്മേലുള്ള അന്തിമ വിധി വരും വരെ മരവിപ്പിച്ചു. ജാമ്യം ലഭിച്ചെങ്കിലും മുൻ MLA K. കുഞ്ഞിരാമനും കൂട്ടാളികളും കുറ്റവാളികൾ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് CPMന്റെ നേതാക്കന്മാർ ജയിലിൽ പോയി കാണുകയും അവർക്ക് സ്വീകരണം ഒരുക്കുകയും ചെയ്യുന്നത്. സ്വീകരണ മാമാങ്കവും ഈങ്കുല വിളിയും ഒക്കെ കാണുമ്പോൾ തോന്നും സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വന്ന ആളുകളാണ് ഇവരൊക്കെ എന്ന്. എന്തു തരത്തിലുള്ള ജനാധിപത്യ മര്യാദയാണ് ഇതൊക്കെയെന്ന് കേരളത്തിലുള്ളവർക്ക് CPM ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. അക്രമികളെ തങ്ങൾ കൈവിടുന്നില്ല എന്നും ഞങ്ങൾ അവർക്കൊപ്പം തന്നെയാണ് എന്നും അവരെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നൊക്കെയല്ലേ CPM ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർന്നും സമാനമായ കൊലപാതകങ്ങൾ ചെയ്യാൻ അണികൾക്ക് പ്രചോദനം നൽകുകയാണ് CPM നേതാക്കന്മാർ കൊലപാതകികളെ സംരക്ഷിക്കുന്നത് വഴി ഉണ്ടാക്കി കൊടുക്കുന്നത്. തിരുത്തുമെന്ന് പറയുന്നതല്ലാതെ എവിടെയാണ് ഇവർ തിരുത്തിയത്? PP ദിവ്യയുടെ നാക്കിലൂടെ കൊന്നുകളഞ്ഞ ADM നവീൻ ബാബുവിന്റെ കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. PP ദിവ്യയാണെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലയായി കൊലപാതകങ്ങളുടെ സുഖവിവരം അന്വേഷിച്ച് ജയിലുകൾ തോറും കയറിയിറങ്ങുന്നു. PK ശ്രീമതിയുമുണ്ട് കൂടെ. ഞാൻ ചിന്തിക്കുന്നത് ഈ സ്ത്രീകളുടെയൊക്കെ ഉള്ളിൽ നമ്മൾ പറയുന്ന ചിന്തിക്കുന്ന ചില ഭാവങ്ങൾ ഇല്ലേ എന്നതാണ്. മാതൃത്വം, കനിവ്, ദയ, അല്ലെങ്കിൽ കൊന്നു തള്ളുന്നതിനോട് വിയോജിപ്പ്, അങ്ങനെ എന്തെങ്കിലും വികാരങ്ങൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുമോ? അതൊന്നുമില്ല എന്ന് CPMന്റെ നേതൃത്വത്തിലിരിക്കുന്ന ഈ പെണ്ണുങ്ങൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നാളെ ചിന്താ ജെറോമും മേയറൊട്ടിയും കൂടി ഇതേ വഴി തന്നെ സ്വീകരിക്കും. അവരും കൂടി പോയി കൈ കൊടുത്താൽ ആ കോറമങ്ങ് തികയുകയും ചെയ്യും. അപ്പോ വിപ്ലവം വീണ്ടും ജയിക്കട്ടെ.